ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദാ. ഓം സം സരസ്വതേ നമഃ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് പറയാൻ പോകുന്നത്. അതായത് 2026 മെയ് മാസം 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെയുള്ള അത്രയും ദിവസത്തെ 27 നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. എൻ്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വാരഫലത്തിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല വാരം. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം, ദൈവാധീനം ഉള്ള നല്ല സമയമാണ് വരാൻ പോകുന്നത്. ശത്രു തടസ്സം ഒരൽപ്പം കൂടി നിൽക്കാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. നിങ്ങളുടെ സംസാരത്തിൽ മിതത്വ ഭാവം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണം നിമിത്തം ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. കൂടുതൽ ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള യാത്രാ ക്ലേശങ്ങൾ, കൂടുതലായിട്ട് പുറത്ത് പോകേണ്ട അവസ്ഥകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സം ചൊവ്വാഴ്ച വരെ കാണിക്കുന്നുണ്ട്. ഉമാമഹേശ്വര മന്ത്രങ്ങൾ ജപിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ് വരാൻ പോകുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ തോതിലുള്ള കൺഫ്യൂഷൻസ്, അങ്ങനെയുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വരുന്ന വാരം മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സരസ്വതി ദേവിയെയും അതുപോലെ തന്നെ കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. വിഘ്നേശ്വര മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പുതിയതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാണ്. പ്രത്യേകിച്ച് പുതിയതായി ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് എക്സ്പാൻഷനും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. അങ്ങനെയുള്ള സാമ്പത്തിക സംബന്ധമായിട്ടുള്ള ചിലവ്, കൂടുതൽ പാഴ്ചിലവ് ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈര്യം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നല്ല രീതിയിലുള്ള ജോബ് ഔട്ട്പുട്ട് ലെവൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്ന നല്ല വാരമാണ്. അതുപോലെ തന്നെ പണ്ട് അങ്ങനെ ചെയ്ത് തീർക്കാനുള്ള അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് തീർക്കാനുള്ള ദൈവാധീനം, നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാനുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുർഗാ മന്ത്രം ജപിക്കുന്നതും മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. അതുപോലെ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും കാണിക്കുന്നതാണ്. ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുക. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്. കുടുംബത്ത് ചെറിയ അസ്വസ്ഥതകൾ, ദമ്പതികൾക്കിടയിൽ ചെറിയ അസ്വസ്ഥതകൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. സംസാരത്തിൽ പൂർണ്ണമായിട്ടുള്ള മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂല സ്ഥാനം.
വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു വാരം ചെറിയ തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങിൽ മാത്രം അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. ബിസിനസ് എക്സ്പാൻഷനും പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനും ഉള്ള ദൈവാധീനം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂല സ്ഥാനം തന്നെയാണ് കാണിക്കുന്നത്. പൂർണ്ണമായിട്ടും സരസ്വതി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടും കാലിനുണ്ടാകുന്ന ചെറിയ വേദന, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉടലെടുക്കാനുള്ള സാധ്യത, ഓവറായിട്ടുള്ള ടെൻഷൻസ് നിമിത്തം തലവേദനയ്ക്കുള്ള സാധ്യതകളും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകൈരം പകുതി, തിരുവാതിര നക്ഷത്രം, അതുപോലെ തന്നെ പുണർദം മുക്കാൽ ഭാഗം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ് വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം. ജോലിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന നല്ല ഒരു സമയമാണ് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല വാരം. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരം. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ ആരോഗ്യ സംബന്ധമായി അങ്ങനെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരം. അതുപോലെ ശത്രുസ്ഥാനം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. കൺസ്ട്രക്ഷൻ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും സ്വന്തമായി ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയം. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും ബിസിനസ് എക്സ്പാൻഷനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലിസ ജപിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ യാതൊരു തടസ്സവും ഈ വരുന്ന വാരം ഏൽക്കുന്നതല്ല. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു വാരമാണ് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല സ്ഥാനമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരം. അതുപോലെ കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. സംസാരം ആ ഒരു മിതത്വ ഭാവത്തിൽ മുൻപോട്ട് പോകേണ്ടതാണ്. ശത്രു തടസ്സം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശത്രു തടസ്സമുണ്ട്. ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷനും അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതുമായിട്ടുള്ള നല്ല ഒരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് ചെറിയ തടസ്സം, ചെറിയ മടി, അങ്ങനെയുള്ള അലസത കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സരസ്വതി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കുടുംബ ദേവിയെ കൂടി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭാഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായി ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴിയുള്ള അങ്ങനെയുള്ള ഉദര സംബന്ധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന വാരം കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. ധനനഷ്ടം സൂക്ഷിക്കണം. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. അതുപോലെ കൂടുതലായിട്ടുള്ള ടെൻഷൻസ്, അങ്ങനെയുള്ള ചെറിയ തോതിലുള്ള ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതയും വരുന്ന വാരം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള ഒഫീഷ്യൽ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന നല്ല ഒരു വാരമാകും.
ശത്രു തടസ്സം കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. സംസാരം മിതത്വഭാവം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. അങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള ചിലവുകളും ധനനഷ്ടങ്ങൾക്കുള്ള സാധ്യതയും ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരം, പ്രത്യേകിച്ച് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണേലും വളരെ അനുകൂലമായിട്ടുള്ള വാരമായിട്ട് തന്നെയാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം വരുന്ന വാരം നേരിടുന്നതാണ്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമാണ്. അങ്ങനെയുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം നിങ്ങൾക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് ബാധകമാണ്. അങ്ങനെയുള്ള ചെറിയ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത, തീരുമാനങ്ങൾ എടുക്കുമ്പോഴുള്ള ചെറിയ കൺഫ്യൂഷൻസിനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സംസാരത്തിലുള്ള മിതത്വം ഭാവം അത്യാവശ്യമാണ്. അതുപോലെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നല്ല ഒരു പ്രോപ്പർ പ്ലാനിങ്ങിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല സമയമാണ്. പ്രൈവറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പ്രൈവറ്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ നല്ല ഒരു സമയമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു വാരം. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല സ്ഥാനം. അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരം ഇതായിട്ടാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് കാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല വാരം. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ദൈവാധീനമുള്ള വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ അങ്ങനെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ, വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയറൻസിനായി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുകയാണെങ്കിൽ, ഒരു പ്രോപ്പർ പ്ലാനിങ്ങിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന വാരം വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെ ഉത്തമമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഈ വരുന്ന വാരം കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ്. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സ്ഥാനമാണ്. വളരെ തൃപ്തികരമായിട്ടുള്ള ദൈവാധീനമുള്ള വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല വാരം. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ദൈവാധീനമുള്ള സരസ്വതി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വാരമായിട്ടാണ് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും. അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷനും ബിസിനസ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സിനും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്.
വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമാകും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള വാരമാകും. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു വാരമാകും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം ഒരല്പം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. നിങ്ങളുടെ സംസാരത്തിലുള്ള പാളിച്ചകൾ നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ ധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവ് മൂലം പാളിച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. അശ്രദ്ധ നിമിത്തം ഉള്ള അപകടങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് ഹനുമാൻ ചാലിസ ജപിക്കുന്നതും നരസിംഹ മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വരുന്ന വാരം ബുധനാഴ്ചയ്ക്ക് ശേഷമുള്ള സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയം ആയിട്ട് കാണിക്കുന്നുണ്ട് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. സരസ്വതി ദേവിയുടെയും ഗണപതി ഭഗവാന്റെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാവും കൂടുതൽ ദൈവാധീനം. വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതുമായിട്ടുള്ള വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന നല്ല വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതുമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമായിട്ട് തന്നെയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അടുത്ത വാരം വളരെ അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരം. മഹാവിഷ്ണുവിന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം, ദേവന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വാരമാകും. ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നതാണ്. അങ്ങനെ നിങ്ങൾ പെൻഡിങ് വെച്ചിരിക്കുന്ന വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ദൈവാധീനവും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൺസ്ട്രക്ഷൻ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും വളരെ അനുകൂല സ്ഥാനമാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഹാർഡ് വർക്ക് എല്ലാം ഓർഡേഴ്സ് ആയിട്ട് കൺവെർട്ട് ചെയ്യാനുള്ള ഭാഗ്യം മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ, നിങ്ങളുടെ ബോസിനെയൊക്കെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാനുള്ള ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സ്ഥാനം. വിദ്യാർത്ഥികൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ദൈവാധീനമുള്ള സമയം. വാഹനം എടുക്കാൻ നല്ല സമയം. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സമയം. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ആരോഗ്യ ക്ലേശങ്ങൾ മാറി തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ്. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും 3 തവണ വെച്ച് ജപിക്കുക. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ കുടുംബ ദേവിയെ കൂടി പ്രാർത്ഥിച്ച് പോകുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഉന്നമനം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷനും പുതിയതായിട്ടുള്ള ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതുമായിട്ടുള്ള നല്ല വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യൽ, നിങ്ങളുടെ ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന ഒരു വാരമാണ്. നിങ്ങൾ അങ്ങനെ ഇൻക്രിമെന്റ് റിക്വസ്റ്റ്, അതുപോലെ ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള നിവേദനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ശത്രു തടസ്സം ഒരല്പം നേരിടാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുർഗാദേവിയെയും ഭദ്രകാളി ദേവിയെയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ ദുർഗാദേവി ക്ഷേത്രമോ ഭദ്രകാളി ദേവി ക്ഷേത്രമോ ദർശിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ. അതുപോലെ നിങ്ങളുടെ സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നല്ല രീതിയിലുള്ള ശ്രദ്ധ വേണം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം വളരെ അനുകൂലമായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല വാരം. ബിസിനസ് എക്സ്പാൻഷനും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും പറ്റിയ നല്ല വാരം.
പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് ആയി കിടക്കുന്ന ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസായി കിട്ടാനുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത, അലസത കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയെയും കുടുംബദേവിയെയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന നല്ല വാരം. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ദൈവാധീനമുള്ള സമയം. ആരോഗ്യ ക്ലേശങ്ങൾ മാറുന്ന സമയമാണ്. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള വാരമാകും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെയുള്ള ചെറിയ അലസത, പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ദൈവാധീനമുണ്ട്. സരസ്വതി ദേവി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അലസത മാറ്റി നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂല സ്ഥാനം തന്നെയാകും വരാൻ പോകുന്നത്. അതുപോലെ പ്രൈവറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നതാണ്. ഇങ്ങനെയുള്ള അനുകൂല സ്ഥാനമാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വാഹനമെടുക്കാൻ അനുകൂല സ്ഥാനം. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയമായിട്ട് തന്നെയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വാരം ജോലിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന നല്ല വാരമാണ്. ഇൻക്രിമെന്റ് നിവേദനങ്ങൾ കൊടുത്തവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല വാരം. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ്. കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാം. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി വളരെ തൃപ്തികരമായിട്ടുള്ള വാരമാകും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. ഓവറായിട്ടുള്ള ടെൻഷൻസ് നിമിത്തം ചിലപ്പോൾ തലവേദന, തലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. കൂടുതൽ യാത്രാക്ലേശങ്ങൾക്കുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതയും കൂടുതൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സമയം കൂടിയായിട്ടാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം മാറി നിൽക്കുന്നതാണ്. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ്, അതുപോലെ തന്നെ വിദേശത്ത് ഹയർ സ്റ്റഡീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നല്ല ദൈവാധീനമുള്ള സമയമായിട്ട് തന്നെയാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ വാരം വളരെ നല്ല സമയമാണ്. പക്ഷെ പണം കടം കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ആദ്യമായിട്ടാണ് കടം ചോദിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ടുള്ള തീരുമാനങ്ങളിലുള്ള പാളിച്ചകൾ നിമിത്തം ചിലപ്പോൾ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമവും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ മന്ത്രവും ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഗ്രഹങ്ങളുടെ സ്ഥിതികൾ സംബന്ധമായിട്ട് അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്മയും ഐശ്വര്യം നേരുന്നു. നല്ല ഒരു വാരം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.